ഇന്ന് പാചകത്തിന്റെ വീഡിയോ ഒന്നും ഇടാൻ സമയമില്ല, നല്ലോണം വൈകിട്ടായി പോയി. എല്ലാരും നിങ്ങൾ അന്ന് കാണിച്ച കരിയാമ്പല എന്തായിന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് ആ കരിയാമ്പലേനെ ഇപ്പൊ കാണിക്കാറിഞ്ഞിട്ട് വന്നത്. തന്നെ കരിയാമ്പലയുടെ തൈ ഞങ്ങൾ ഇന്നോളം ഒരു ഇലയും പറിച്ചിട്ടില്ല. ഇത്ര കായ് അന്ന് വളം ഇട്ട പിന്നെ ഇതിന് വളമൊന്നും ഇട്ടിട്ടില്ല. അപ്പോഴെങ്കിലും ഓരോരോ പുതു വരുന്നു, അതിന് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് വലുതാക്കി കൊണ്ട് ഇത്ര കായ്. ഇതാ ഇതുവരെ ഒരു കരിയാമ്പല ഈ വളപ്പിലായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ മുട്ടത്തോടെല്ലാം കൊണ്ടിട്ടു നല്ല പാങ്ങില് നോക്കിയതുകൊണ്ട് കരിയമ്പലായി. നല്ല കരിയമ്പല തയ്യതെ, നല്ല ഇലയതെ. ഇതാ എന്തൊരു നല്ല ഇല. അതിന്റെ ഒക്കെ തന്നെ ഒരു മഞ്ഞളും ഉണ്ട്. ഇതാ മഞ്ഞളുടെ തൈ. അത് ഇതിന് വെള്ളം വരുമ്പോ വേഗം തെത്തിരി വന്നിട്ട് ഇപ്പൊ നല്ലവണ്ണം വലുതായി. മഞ്ഞളുടെ ഇലയൊന്നും നുള്ളിയില്ല. മഞ്ഞളുടെ ഇലയില് ഞങ്ങൾ അടയിലും ചുടയിലുണ്ട്, ഇക്കലും ചുട്ടിട്ടേ ഇല്ല. ഇതാ നല്ല ഇലയിലായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പായസമെല്ലാം വെച്ചിട്ടാകുമ്പോ അതിൽ മഞ്ഞളുടെ ഇല മുറിച്ചിട്ട് ഇടയിലുണ്ട് മണം പേരിയെ. നിങ്ങൊന്നും കാണാതെ ഒരു തൈ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അന്നൊരു കുമ്പളങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി തന്നിന്. ഞാൻ കുമ്പളങ്ങ കറി വെച്ചു, ഓടും കറി വെച്ചു. അതിന്റെ വിത്ത് ഞാൻ ഇട്ടത് ആ തൈത വലുതായിട്ട് ഇത്ര കായ്. കുമ്പളങ്ങ നല്ലോണം പറഞ്ഞിട്ട് ഇതാ മുകളിൽ പുളിയുടെ മെറ്റക്ക് വന്നു. ഈ മരത്തിൽ കയറി പൂക്കുന്നുണ്ട് ഇപ്പൊ. കുമ്പളങ്ങയുടെ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അങ്ങാടെല്ലാം അതിന്റെ ഇടയ്ക്ക് 2 പുളിയും ഉണ്ട്. പുളിമരത്തില് പണ്ട് കാലത്തെല്ലാം ഞങ്ങ ചാണത്തിന്റെ കുഴിയിൽ ഒരു കുമ്പളങ്ങര വിത്തിടല്. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇങ്ങനെ മണ്ണിലിട്ടു. അത് വലിയതായി ഇപ്പൊ അങ്ങ് എത്തി മുകളിലേക്ക്. ഇനി പിടിക്കുമ്പോഴേ അറിയൂ ഇത് ഏത് കുമ്പളങ്ങാന്ന്. ചെറുതുണ്ട് വലുതുണ്ട്. ഇല കാണുമ്പോ ഞങ്ങക്ക് ചെറിയ കുമ്പളങ്ങയോ വലിയ കുമ്പളങ്ങയെന്ന് അറിയുന്നേ ഇല്ല. അതാ ഇല കണ്ടാ തിരിയുന്നില്ല അതെന്തിയെന്ന്. ഇനി പിടിച്ചിട്ട് തന്നെ ആണോ ഇത് അറിയണമെങ്കിൽ. ഇതാ കുരുമുളകെല്ലാം പിടിക്കാൻ കഴിഞ്ഞു. അതാ കുരുമുളകെല്ലാം പിടിച്ചിട്ട് ഇത് തെക്കൻ കുരുമുളക്. ഇതിന്റെ ഇലയെല്ലാം നീളത്തിൽ പോന്ന ഇല. എന്താ ഇതാ മറ്റേന്റെ അത്ര വലുതൊന്നും ആയില്ല, ചെറിയ ചെറിയ കുരുമുളക്. ഇത് മീൻ കറിക്കെല്ലാം ഇടാനായേനു, പാകം വന്നു. മത്തിക്കറിയെല്ലാം വെക്കുമ്പോ ഈ പച്ച കുരുമുളക് അരക്കേണ്ടത്. എന്താ അരക്കേണ്ട പാകം വന്നു. ഇപ്പൊ ഇക്കെല്ലാം കുരുമുളകെല്ലാം കുറവ്, മഴ വന്നതുകൊണ്ട് എല്ലാം വീണു. ബാക്കി ഒഴിഞ്ഞതേ ഇല്ലു. 2 മാസം കയ്യും മൂക്ക്. എന്താ മണിയായതേ ഇല്ലു ഇപ്പൊ. ഇത് ദൂരം ദൂരെ മണിയാവും, അടുത്തടുത്ത് മണി ഉണ്ടായില്ല. ഇത് നാടനല്ലല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചിട്ട് മതിയാക്കാം. നൂണ് പോണം. വായരയില് വിറകും ടാങ്കിയും എല്ലാം ഉണ്ട് ഇതില്. അപ്പോൾക്ക് ഇവിടെ നോക്കുമ്പോഴേക്ക് ഒരു ബായ മൂത്തിട്ടുണ്ട്. അതിന് ഇന്ന് തന്നെ കൊത്തറിഞ്ഞിട്ട് വന്നേതാ. അതിനങ്ങാടെ ഒരു ലോക്ക് ഉണ്ട്, അതിന് ഞാൻ അയക്കുന്നു. ഈ ലോക്ക് അയച്ചെങ്കിലേ ബായ കൊത്തുമ്പോ വീഴും, അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. ഓ എനിക്കെത്തിയില്ലപ്പാ. എന്താ എത്തു. ഇതന്നെ ഞങ്ങളെ മുള്ളൻ ചക്കയുടെ തൈതാ. മുള്ളൻ ചക്ക പിടിക്കുന്നതാ. ഇതാ ഒരു പൂ പിടിച്ചിട്ട് നല്ല പാങ്ങിലാന്നുണ്ട്. അതിനാണെങ്കിൽ കുറെ മാസം കഴിയും. ഇതാ ഇത് ലോക്ക് കിട്ടിയത്. ഈ വള്ളി ഇടുന്ന നല്ല അയക്കുമ്പോ ബായ ആടുന്ന ലൂസായിക്കൊണ്ട് താലേക്ക് താവും. അപ്പൊ എനിക്ക് കൊത്തേനും നല്ലത്. ആദ്യം ഞാൻ ഇലയെല്ലാം കൊത്തട്ട്. ബായ എന്തിങ്ങനെ ആടുന്നത് കൊത്തുന്നായിട്ട്. വലിയ കായൊന്നും ആയിട്ടില്ല, ഒന്നും ഇടാഞ്ഞിട്ട് തന്നെ ഇരിക്കും. എല്ലാരും പൊളിച്ചിട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ കൂമ്പ് പൊളിക്കുന്നത്. ഞങ്ങ പൊളിക്കലേ ഇല്ല കറി വെക്കാൻ വേണ്ടിട്ടതാ കൂമ്പ്. ഇതിപ്പോ ആങ്കിലും മൂത്തിന് ഇതാ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇതില്. ആ പൊട്ടിയിട്ടാകുമ്പോ തന്നെ കൊത്തിയത്. വായ ഒന്ന് കൊത്തിച്ചാടുന്നില്ല, നാളെ ചാടുന്നു. നല്ലോണം വൈദ്യുപോയി. ഓ ഇവിടെ ഒന്നും ഉണ്ട്. അത് പാങ്ങില് മൂത്തിട്ടില്ലാന്ന് തോന്നുന്നു. അതിപ്പോ കൊത്തണ്ട. ഓ ഇതാ ഇവിടെ ഒന്നുണ്ട് നല്ല പാങ്ങ് മൂത്തത്. ഇനി ഞാൻ തൂണെല്ലാം കൊടുത്തിന് നല്ല പാങ്ങില്. ഞാൻ തൂണെടുക്കട്ടെ. ഓ ഇത് കൊല വലിയതായിട്ടില്ല. ഇത് കായ് പാങ്ങില് മൂത്തിട്ട് ഇതും പൊട്ടീന്. ഇത് കൂമ്പ് കാണുമ്പോ ആ സൈസ് പായല്ല, ഇത് വേറെ മാറ്റം ഉണ്ട് ഇതില്. ആദ്യം ഇലയെല്ലാം കൊത്തട്ട്. ഇതിന് കൊല കൊത്തുന്നു. ഇതിന്റെ കൂമ്പ് തീരേനായി. അതിനൊന്നും ഇല്ല, ഇത് കറി വെക്കാനും ഇല്ല. പാങ്ങില് മൂത്തിനിതും. ഈ കുത്താങ്കോലത്തിന് ഞാൻ മറ്റേ വായക്ക് കുത്തട്ട്.
ഇത് കൂമ്പ് കൊത്തട്ട്. കൂമ്പ് രണ്ടും കൊണ്ടായാലും ഒരു കറിയാവും. ഞാൻ കൂമ്പ് കൊണ്ടുവന്നു. ഓ ഇത് നല്ല കൊല, ഒരേ കൈയോടെ തന്നെ രണ്ടും പിടിക്കാൻ കഴിയുന്നു. ഇന്നത്തെ കരിയാമ്പലയുടെ തയ്യും ഇന്നത്തെ കൊല കൊത്തുന്നതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം.